ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ തയ്ക്കാൻ പോകുന്നത്. ഈ ഒരു വെസ്റ്റ് കോട്ട്. ഇപ്പോൾ വെസ്റ്റ് കോട്ടൊക്കെ ഭയങ്കര ട്രെൻഡിങ് അല്ലേ, എവിടെ നോക്കിയാലും വെസ്റ്റ് കോട്ടാണല്ലോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈസി ആയിട്ട് തയ്ക്കുന്നതെന്നാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ തുണി ഞാൻ ടെമു ആപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിന് ലെങ്ത് ഒരു 1.5 മീറ്ററും വിഡ്ത്ത് 50 സെൻറ്റിമീറ്റേഴ്സും ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതായത് അര മീറ്ററും ആയിരുന്നു വിഡ്ത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് ഞാൻ ലൈനിങ് വെക്കുന്നില്ല കേട്ടോ, ലൈനിങ് വെക്കാണ്ടാണ് ഞാനിത് തയ്ക്കുന്നത്. അപ്പോൾ വി നെക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വി നെക്കിന് ഞാനിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഞാൻ മെഷർമെൻറ്റ്സ് ഞാൻ ഒരു ഇതിൽ കൊടുക്കാം കേട്ടോ. കാരണം നമ്മുടെ ബോഡി ടൈപ്പ് അനുസരിച്ച് മെഷർമെൻറ്റ്സിന് ഡിഫറൻസ് ഉണ്ടാകും. അപ്പം നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി വി നെക്കുള്ള ഒരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ സീം അലവൻസ് ഇടാൻ മറന്നു പോകരുത്. എല്ലാ സൈഡിലും സീം അലവൻസ് ഇട്ടിട്ട്, ഞാനിത് വിത്ത് സീം അലവൻസ് ആണ് കേട്ടോ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ സീം അലവൻസ് ഇട്ടിട്ട് എന്തൊക്കെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക കേട്ടോ. അതാണ് ഏറ്റവും എളുപ്പം. നമ്മൾ വേറെ ആൾക്കാരുടെ മെഷർമെൻറ്റ്സ് നോക്കി ചെയ്യുന്നതിനെക്കാട്ടിലും എളുപ്പം അതാണ്. അപ്പോൾ നെക്കിൻ്റെ അവിടെ തയ്ക്കുന്ന സമയത്ത് ഞാനൊരു എക്സ്ട്രാ 1.5 സെൻറ്റിമീറ്റർ വിട്ടിട്ടുണ്ട്. അവിടെ നമ്മൾ ഹുക്ക് വരുന്ന ഭാഗമാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ടും ബാക്കും ഞാൻ കട്ട് ചെയ്തെടുത്തത് ഒരു കൈക്കുഴീൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് ഡിഫറൻസിലാണ് കേട്ടോ. പിന്നെ നെക്ക് ഞാൻ കുറച്ച് ബാക്കിൽ നെക്ക് കുറച്ച് കയറ്റിയിട്ടാണ് തയ്ച്ചേക്കുന്നത്. അതുപോലെ അടിഭാഗം നമുക്ക് തയ്ക്കാനായിട്ട് ഇതുപോലെ നേരെയാണ് നമുക്ക് ബാക്ക് സൈഡിൽ അടിഭാഗം ഞാൻ തയ്ച്ചിരിക്കുന്നത്. ഫ്രണ്ടിൽ ഒരു വി ഷേപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് മാക്സിമം ഞാൻ 3 ഇഞ്ചേ വിട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ എന്താ പറയുക, ഫ്രണ്ട് സൈഡ് ഞാൻ കട്ട് ചെയ്തത് എൻ്റെ ആ ഒരു ഓൾറെഡി ഉള്ളൊരു കുർത്തീൻ്റെ അതായത് മെഷർമെൻറ്റ്സ് വെച്ചിട്ടാണ്. അപ്പം ഞാനത് നെക്കും ഇതും മെഷർ ചെയ്തു, എത്ര ലെങ്ത് വേണമെന്ന് മാർക്ക് ചെയ്തിട്ട് ആ ലെങ്തിൽ നിന്ന് ഞാനൊരു 3 ഇഞ്ച് കുറച്ചിട്ട് സൈഡിൽ മാർക്ക് ചെയ്തു. അവിടെ നിന്ന് ഞാനൊരു വി ഷേപ്പിൽ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനെയാണ് വെസ്റ്റിൻ്റെ ഫ്രണ്ട് വശം ഞാൻ കട്ട് ചെയ്തത്. ബാക്ക് സൈഡ് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതിനൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം കേട്ടോ, കാരണം നമുക്ക് ഇടതുവശവും വലതുവശവും വേണ്ട. അതുകൊണ്ട് തിരിച്ച് മടക്കിയിട്ട് അങ്ങനെ ഒന്ന് കൊടുക്കും. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള തുണിയുടെ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും തുണി തികയാണ്ട് വരില്ല, തുണി തികയും എങ്ങനെ പോയാലും. അപ്പോൾ ഇതുപോലെ ഞാൻ ഈ ഒരു കുർത്തീൻ്റെ മെഷർമെൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുത്തത്, ഫ്രണ്ടും ബാക്കൊക്കെ. അപ്പം ഞാൻ സീം അലവൻസ് നല്ലപോലെ ഇട്ടിട്ടുണ്ട്, കാരണം ഞാനിതിൽ ലൈനിങ് വെക്കുന്നില്ല. അപ്പം ഞാനിത് മടക്കി അടിക്കുകയാണ്. മടക്കി തയ്ക്കുമ്പോൾ ഞാനൊരു ഫുള്ള് ഒരു ഇഞ്ച് കണക്കിനാണ് ഞാൻ മടക്കി തയ്ക്കുന്നത്. അതായത് 1/2 ഇഞ്ച് വെച്ച് ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കി, അങ്ങനെയാണ് കേട്ടോ തയ്ക്കുന്നത്. പിന്നെ ഇത് നമുക്ക് ബട്ടൺ വെക്കാനുള്ള സ്ഥലമാണ്. ഇവിടെ കണ്ടോ എക്സ്ട്രാ ഉള്ള ഈ ഒരു ഭാഗം, ഇവിടെയാണ് നമ്മൾ ബട്ടൺ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യുമ്പോൾ 2 ഭാഗവും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യുക കേട്ടോ. ബാക്ക് സൈഡ് കണക്കാക്കിയിട്ട് ഫ്രണ്ട് കട്ട് ചെയ്തിട്ട് നടുക്കൂടെ മുറിച്ച് 2 പീസാക്കാമെന്ന് വിചാരിക്കരുത്. ഇതിനാദ്യം നിങ്ങൾ ഫ്രണ്ട് വശം തന്നെ സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക, എങ്കിലേ നിങ്ങൾക്ക് ആ ഒരു ബട്ടൺ വെക്കുന്ന ആ ഒരു ഭാഗം നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നെക്ക് ഞാൻ സൈഡ് ഭാഗം കുറച്ച് ഇറക്കിയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. കാരണം നമ്മുടെയൊക്കെ ഷോൾഡർ താഴേക്ക്, കഴുത്തിൻ്റെ അവിടെ നിന്ന് താഴേക്ക് കുറച്ച് സ്ലോപ്പില്ലേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് തയ്ക്കുന്നത്. അപ്പോൾ 2 സ്ലീവും ആദ്യം തന്നെ തയ്ക്കുക. ഇങ്ങനെയാണ് നമുക്ക് എന്താ പറയുക, ലൈനിങ് ഇല്ലാണ്ട് തയ്ക്കുക കേട്ടോ. ലൈനിങ് ഉള്ളപ്പം വേറെ മെത്തേഡാണ്. ലൈനിങ് വെച്ചിട്ട് ഞാൻ തയ്ക്കുന്ന വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇപ്പോൾ മെഷർമെൻറ്റ് കാണിച്ച ഈ ഒരു ഫ്രോക്ക് തന്നെ തയ്ക്കുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ലൈനിങ് വെച്ചിട്ട് സീം കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്യാമെന്ന് കേട്ടോ. അതൊരു നല്ല മെത്തേഡാണ്. നിങ്ങൾക്ക് ലൈനിങ് വെച്ച് തയ്ക്കണമെങ്കിൽ അങ്ങനെ തയ്ക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന മെറ്റീരിയൽ ജൂട്ടാണ് കേട്ടോ, പ്യുവർ ജൂട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ടിയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ നിങ്ങൾക്ക് ലൈനിങ് വെക്കേണ്ട കാര്യമില്ല. ഇനി കോട്ടൺ അല്ലെങ്കിൽ കോട്ടൺ ആണെങ്കിലും ലൈനിങ് ഇല്ലാണ്ട് തയ്ച്ചാലും നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ കട്ടി ഒട്ടും തീരെ ഇല്ലാത്ത മെറ്റീരിയൽ ആണെങ്കിൽ ലൈനിങ് വെച്ച് തയ്ക്കുമ്പോൾ ആ ഒരു മെത്തേഡിൽ തയ്ക്കുന്നത് നന്നാവും കേട്ടോ. ഇനി ഞാനിത് തയ്ക്കുന്നത് കൈക്കുഴിയാണ്. കൈക്കുഴി ഞാൻ ഇത് കാണിച്ചില്ല. ബാക്ക് സൈഡ് ഞാനൊരു കുറച്ച് കയറ്റിയിട്ടാണ് കേട്ടോ കയറ്റിയിട്ടാണ് വെട്ടിയേക്കുന്നത്. എനിക്ക് വേണ്ട, ഇത് എൻ്റെ കൈക്കുഴി സാധാരണ കുർത്തീസിൻ്റെയൊക്കെ വെട്ടുന്ന കൈക്കുഴിയിൽ നിന്നും ഞാൻ ബാക്ക് സൈഡ് 1 ഇഞ്ച് കയറ്റിയാണ് വെട്ടിയിരിക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായി. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഡ്രസ്സ്, സ്ലീവ് ഇല്ലാത്ത ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് ബാക്ക് ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൈ വൈഡായിട്ട് പോട്ടോ. അപ്പം അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കിത് എല്ലാ ഡ്രസ്സും തയ്ക്കുമ്പോൾ, സ്ലീവ്ലെസ് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇറങ്ങിയിട്ടുള്ള കൈയാണ് ഇഷ്ടമെങ്കിൽ അതാണ് നല്ലത്. എനിക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമാണ് കേട്ടോ. അതായത് ബാക്ക് കുറച്ച് ഫെയർ ആയിട്ട്
കാണാണ്ട് ഇറങ്ങാണ്ട് അങ്ങനെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ തയ്ച്ചത്. അപ്പോൾ ഇതിൻ്റെ നടുക്ക് നമ്മൾ ആ കഴുത്തിൻ്റെ വെട്ടിയ ഭാഗത്ത് 2 സൈഡിലേക്കും ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെക്കിൻ്റെ തന്നെ പോർഷനാണ്. നെക്കിൻ്റെ പോർഷനിൽ ഇത് നമ്മൾ ബട്ടൺ വെക്കാൻ വേണ്ടി തയ്ച്ചാണ്. അവിടെ നിന്ന് ഞാനിങ്ങനെ ചെരിച്ചിട്ടൊരു ഡയഗണൽ ഷേപ്പിൽ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് ഒറ്റ സ്റ്റിച്ചിൽ തന്നെ തയ്ക്കാം. ആ കട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് അത് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ വി ഷേപ്പിൽ അതായത് ഡയഗണൽ ഷേപ്പിൽ നിങ്ങൾക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കട്ട് കൊടുത്തത്. അപ്പോൾ ആ കട്ടിന് കണക്കാക്കിയിട്ട് ആ കട്ടിൻ്റെ എഡ്ജ് വരെ മടക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഭയങ്കര സിമ്പിളാണ്. അതുകൊണ്ടാണ് ഞാൻ വലിയ രീതിയിൽ കാണിക്കാത്തത്. നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് മടക്കിയാൽ മതി. ചെറിയൊരു ഐഡിയ ഉണ്ടായാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് മടക്കിയിട്ട് വീണ്ടും തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ നെക്ക് കംപ്ലീറ്റ് ആയി. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും നെക്കിൻ്റെ ഭാഗം തയ്ച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതിൻ്റെ അറ്റം ഞാൻ അടിച്ചിട്ടില്ല. അതായത് നമ്മുടെ ഫ്രണ്ടിൽ ഓപ്പൺ വരുന്ന ഭാഗം അത് നമ്മൾ പിന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജൂട്ടായതുകൊണ്ട് തന്നെ തയ്ക്കാൻ നല്ല എളുപ്പമായിരുന്നു കേട്ടോ. നമ്മൾ എങ്ങനെ വെച്ചാലും അങ്ങനെ ഇരിക്കും തുണി. അപ്പം ജസ്റ്റ് ഒന്ന് അയണും കൂടെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തയ്ക്കുന്നതിന് മുമ്പേ എളുപ്പമായിരിക്കും. ഇപ്പം ഞാൻ അയണൊന്നും ചെയ്തിട്ടില്ല. അത് ഞാൻ പറഞ്ഞു, ഞാനിതൊരു 2 മണിക്കൂർ കൊണ്ട് തയ്ച്ചാണ്. എളുപ്പത്തിൽ തയ്ച്ചാണ്. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ തന്നെ തയ്ച്ചാണ് കേട്ടോ. സാധാരണ ഞാൻ ഡ്യൂട്ടിക്ക് മുന്നേ പോകുന്നത് തയ്ക്കുന്നത് 2-3 ദിവസം കൊണ്ടാണ് തയ്ച്ച് തീർക്കാറ്. കണ്ടോ, ഇത് ക്ലിയറായി. ഇതിപ്പം നമ്മൾ കണ്ട ആ ഒരു കട്ട് കൊടുത്തുകൊണ്ട് അവിടെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഓപ്പൺ ഭാഗമാണ്, ഫ്രണ്ടിലത്തെ ബട്ടൺ വരുന്ന ഓപ്പൺ ഭാഗം. അതും നമ്മളൊന്ന് മടക്കി തയ്ക്കുന്നുണ്ട്. ഇത് ഫുള്ള് ഞാൻ മടക്കിയാണ് തയ്ക്കുന്നത്. ഒന്നിൽ പോലും ഞാൻ 1 ഇഞ്ച് മടക്കി തയ്ച്ചിട്ടില്ല. അതായത് ടോട്ടൽ 1 ഇഞ്ച്, 1/2 ഇഞ്ച് വീതം 2 വട്ടമാണ് മടക്കിയിട്ട് തയ്ച്ചേക്കുന്നത്. അപ്പോൾ അത്രയും നമുക്ക് സീം അലവൻസും ആവശ്യമുള്ളൂ. അപ്പോൾ തുണി അധികമൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു 1.5 മീറ്റർ എന്ന് പറയുന്നത് എനിക്ക് അധികമായിരുന്നു. എനിക്കിതിൽ ഇനിയും 1/2 മീറ്ററോളം എനിക്കിനിയും അധികമുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം 1 മീറ്റർ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എനിക്ക് വേണ്ടതിന് കണക്കായിരുന്നു. കണ്ടോ, സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ കൈക്കുഴി വെട്ടിയത് ഇങ്ങനെ ഇരിക്കും. ബാക്കിൽ കുറച്ച് കയറിയിട്ടും ഫ്രണ്ടിൽ കുറച്ച് ഇറങ്ങിയിട്ടും. അപ്പോൾ ഫ്രണ്ടിൽ നമുക്കിങ്ങനെ ചുളുങ്ങിയിരിക്കത്തുമില്ല, ബാക്കിൽ അതുപോലെ തന്നെ കയറിപ്പോകത്തുമില്ല, കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ സൈഡിനെക്കാട്ടിലും നമുക്കിനി ആദ്യം തയ്ക്കേണ്ടത് അടിഭാഗമാണ് കേട്ടോ. അടിഭാഗം സൈഡും കൂടെ തയ്ച്ച് കഴിഞ്ഞാൽ റെഡിയാവും. അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ സൈഡ് ഭാഗം ആദ്യം തയ്ച്ചിട്ടുണ്ട്. സൈഡ് ഭാഗം തയ്ച്ചിട്ടാണ് അടിഭാഗം തയ്ക്കുന്നത്. കാരണം നമുക്ക് ആ സൈഡ് ഭാഗം തയ്ച്ചതിൻ്റെ സ്റ്റിച്ച് നമുക്ക് പുറത്ത് കാണാണ്ട് ആ അടിയത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിതിപ്പം സൈഡ് ഭാഗമാണ് കേട്ടോ അടിച്ചുകൊണ്ടിരിക്കുന്നത്. സൈഡും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഏകദേശം പണി കഴിഞ്ഞു. പിന്നെ നമുക്ക് ഒന്ന് അടിഭാഗം ഫുള്ള് റൗണ്ടിൽ അടിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് ആകെയുള്ള പണി എന്ന് പറയുന്നത് ബട്ടൺ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ സൈഡ് അടിച്ചിട്ട് വീണ്ടും ഞാനൊന്ന് ലോക്കും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെക്കിൽ ചെയ്ത പോലെ തന്നെ ഈ അടിയിലും ഇതുപോലെ നമ്മൾ വെട്ടിയിട്ടുണ്ടല്ലോ, അതായത് സ്ട്രെയിറ്റ് വന്നിട്ടാണ് ഡയഗണൽ വെട്ടിയേക്കുന്നത്. ആ ഭാഗത്ത് ഇതുപോലെ ഒരു കട്ട് കൊടുത്തിട്ട് മടക്കി തയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് തയ്ക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഇത് തയ്ക്കുന്ന സമയത്ത് സൈഡിലെ സ്റ്റിച്ച് അടിച്ചത് ഈ സ്റ്റിച്ചിൻ്റെ, അതായത് ഈ മടക്കി തയ്ക്കുന്ന സ്റ്റിച്ചിൻ്റെ ഉള്ളിലായിട്ട് വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു സ്റ്റിച്ച് പോലും പുറത്ത് വരില്ല, അല്ലെങ്കിൽ നൂലിങ്ങനെ ചാടിപ്പോവുക, അങ്ങനെയൊന്നും വരില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. നല്ല പെർഫെക്റ്റ്, നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോലെ ഉണ്ടാവും. കാരണം എനിക്ക് തയ്ക്കുമ്പോൾ ചില സാധനങ്ങളൊക്കെ തയ്ച്ച് കഴിയുമ്പോൾ പ്രത്യേകം എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവാറുണ്ട്. അതുപോലെ ഞാൻ തയ്ച്ച ഒരു ഇതാണ് കേട്ടോ ഈ ഒരു വെസ്റ്റ് കോട്ട്. കാരണം ഇതിൽ എങ്ങനെ നമ്മൾ തയ്ച്ചാലും അതുപോലെ വരുമായിരുന്നു. അത് ആ മെറ്റീരിയലിൻ്റെയാണ്, ജൂട്ട് മെറ്റീരിയലിൻ്റെയാണ്. നിങ്ങൾക്ക് ജൂട്ട് വേണമെന്നൊന്നുമില്ല, കോട്ടൺ ആണെങ്കിലും സെയിം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടും. കോട്ടൺ ആണെങ്കിൽ ഇത് വാഷ് ചെയ്യുക കേട്ടോ. ആദ്യമേ ഒന്ന് വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്തിട്ട് മാത്രം തയ്ക്കുക. കാരണം മെഷർമെൻറ്റ് ചിലപ്പോൾ മാറിപ്പം കോട്ടൺ ചില തുണികൾ ചുരുങ്ങും. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് കഴുകിയിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അതാണ് ഏറ്റവും നല്ല മെത്തേഡ്. ഞാൻ പണ്ട് എൻ്റെ വീട്ടിൽ മുകളിലൊരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. ചേച്ചിയാണ് നമ്മുടെ ഡ്രസ്സൊക്കെ തയ്ച്ചുകൊണ്ടിരുന്നത്. ചേച്ചി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അമ്മച്ചീൻ്റെ ഉടുപ്പൊക്കെ ആണെങ്കിലും ചേച്ചി ആദ്യം കഴുകാനിടും, കഴുകിയിട്ടാണ് കേട്ടോ തയ്ക്കാറ്. ചേച്ചിക്ക് തുണി കൊണ്ട് കൊടുത്താൽ മതി, ചേച്ചി തന്നെ കഴുകിയിട്ട് തയ്ച്ച് തരുമായിരുന്നു. അപ്പോൾ ചേച്ചിയാണ് എനിക്ക് ഈ കാര്യം പറഞ്ഞു തന്നത്, തുണി ചുരുങ്ങുമെന്ന്. തുണി വല്ലാണ്ട് ചുരുങ്ങും കേട്ടോ. ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ചെറുതായിപ്പോൾ നിങ്ങൾ കറക്റ്റ് ജസ്റ്റ് അളവൊക്കെ വെച്ചിട്ടാണ് തയ്ക്കുന്നതെങ്കിൽ നല്ലോണം ചുരുങ്ങിപ്പോൾ. അങ്ങനെ ചുരുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം വാഷ് ചെയ്തിട്ട് തയ്ക്കുക കേട്ടോ. അതാണ്
ഏറ്റവും നല്ലത്. ഇനിയിപ്പം ജൂട്ടാണെങ്കിൽ കൂടെ ചില തവണ ചുരുങ്ങി പോകാറുണ്ട്. എനിക്ക് ചുരുങ്ങിയിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ ഇത് തയ്ച്ചേക്കുന്നതാണെങ്കിലും എനിക്കൊരു കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഞാൻ തയ്ച്ചേക്കുന്നത്. പിന്നെ ഞാനിതിൽ ഫ്രണ്ടിൽ ഈ ഒരു ബട്ടൺ ആണ് വെച്ച് കൊടുത്തേക്കുന്നത്. ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ബട്ടണല്ല, ഇങ്ങനെ ഒട്ടിക്കുന്ന ബട്ടണില്ലേ. അപ്പോൾ ഈ ഒരു പഞ്ച് ഈ ഒരു സാധനം വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് വെച്ചത്. ഇത് ഞാൻ തെമൂന്നാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ തുണിയും അതുപോലെ ആ നമ്മുടെ ബട്ടൺ വെക്കുന്ന സാധനം ഞാൻ തെമൂന്നാണ് വാങ്ങിയത്. ഇതിൻ്റെ ബാക്കിൽ ഞാനൊന്ന് ടക്കിടാൻ വേണ്ടിയിട്ട് അഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഞാൻ എടുക്കുന്ന അളവുകൾ 3 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. 3 ഇഞ്ച് ആക്ച്വലി സൈഡിൽ നിന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ മുകളിൽ നിന്ന് 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് 3 ഇഞ്ച്, പിന്നെ ആ ഒരു സ്പോട്ടിൽ നിന്ന് താഴേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. ടക്കടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇത് തയ്ച്ചിട്ട് ഞാൻ പിന്നെ താഴേക്കും കൂടെ അറ്റത്ത് വരെ ഒന്ന് അടിച്ചു കൊടുത്തേ. കാരണം നമ്മുടെ അടിഭാഗം ഇങ്ങനെ കുറച്ച് വീർത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടക്കിടുന്നത് അടി വരെ ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ സൈഡിൽ ഞാൻ അടിച്ചതൊന്ന് ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, അവിടെ നിന്ന് നൂലിളകി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കണ്ടോ. നല്ല എളുപ്പത്തിൽ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. ഇതിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല പൈസയാവുമേ. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒരു 1 മീറ്റർ തുണി വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇതുപോലെ തയ്ച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കൊക്കെ നമുക്ക് പിള്ളേർക്കൊക്കെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് കേട്ടോ ഈ ഒരു വെസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വെസ്റ്റായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെ ഇടാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഇതിൻ്റെ ബട്ടൺ ഊരിക്കഴിഞ്ഞാൽ ഉള്ളിലൊരു ടീഷർട്ടോ എന്തെങ്കിലും പെയർ ചെയ്താൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം.